അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ ബിർറുൽ വാലിദൈനി എന്ന പാഠഭാഗത്തിലെ ചില ഭാഗങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് നോക്കുന്നത്. എല്ലാവരും പാഠം ശ്രദ്ധിക്കണം. പുസ്തകത്തിൽ നോക്കുകയും നോട്ടും പേനൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് അറിയാത്തതൊക്കെ എഴുതി വെക്കുകയും ചെയ്യണം എന്ന് ആദ്യമേ ഉണർത്തുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ നിർത്തിയത് മൃഗം തൻ്റെ വളർത്തുമൃഗങ്ങളെ മേയ്ക്കാൻ പോയി നേരം വഴുകിയ കാരണം കൊണ്ട് മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി. പക്ഷേ മാതാപിതാക്കളെ ഉണർത്താൻ ആ മകന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഉണർത്തിയില്ല എന്ന് പറഞ്ഞല്ലേ. ഇനി അതിൻ്റെ ബാക്കിയാണ്. വക്കാന അഹ്ലുഹു വ ഔലാദുഹു യന്തളിറൂനഹു വക്കാനു ജിയാഅൻ ഫതലബു മിൻഹു ലബന. അപ്പോൾ അദ്ദേഹം വാപ്പിയമ്മയെ നോക്കുമ്പോൾ ഉറങ്ങിപ്പോയി, ഉണർത്തിയില്ല. അതേസമയം വക്കാന അഹ്ലുഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യ, ശരിക്കും അഹിലെന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ് അതിൻ്റെ വാക്കർത്ഥം. എന്നാൽ അതിന് ഭാര്യ എന്നും അർത്ഥമുണ്ട്. അഹിൽ എന്ന് പറഞ്ഞാൽ അഹ്ലു റജുൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ്റെ ഭാര്യ എന്നും അർത്ഥമുണ്ട്. ഇവിടെ ആ അർത്ഥത്തിനാണ്, ഭാര്യ എന്ന അർത്ഥത്തിനാണ് കേട്ടോ. വക്കാന അഹ്ലുഹു എന്നാൽ ഈ മനുഷ്യൻ്റെ ഭാര്യയും, വ ഔലാദുഹു അദ്ദേഹത്തിൻ്റെ മക്കളും, യന്തളിറൂനഹു അവരും ഇദ്ദേഹത്തെ പ്രതീക്ഷിച്ചാണ് നിന്നത്. ഇദ്ദേഹത്തെ വെയിറ്റ് ചെയ്തുകൊണ്ടാണ് അവരും കാത്തു നിന്നത്. വക്കാനു ജിയാഅൻ, വക്കാനു അവരായിരുന്നു ജിയാഅൻ വിശക്കുന്നവരായിരുന്നു. ജാഇൻ്റെ ജമ്മാണ് ജിയാ. അത് നമ്മൾ ജാഇൻ എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ ജം ആണ് ജിയാ, ജാഇൻ്റെ ജം. അപ്പോൾ വക്കാനു അവരുമായിരുന്നു ജിയാഅൻ വിശക്കുന്നവരായിരുന്നു. ഫത്വലബു മിൻഹു, ഫത്വലബു അപ്പോൾ അവർ ആവശ്യപ്പെട്ടു, മിൻഹു ഈ മനുഷ്യനോട്, ഈ പുരുഷനോട്, അല്ലബന പാല് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു. വലാകിന്ന റജുല പക്ഷേ ഈ മനുഷ്യൻ, കരിഹ അയാൾ വെറുത്തു, അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നില്ല, അയസ്ഖിയ അഹ്ലഹു തൻ്റെ ഭാര്യയെ കുടിപ്പിക്കാൻ, വ ഔലാദഹു തൻ്റെ മക്കളെയും പാല് കുടിപ്പിക്കാൻ, ഖബ്ല വാലിദൈഹി തൻ്റെ മാതാപിതാക്കൾക്ക് മുമ്പ്, മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് തൻ്റെ ഭാര്യയ്ക്കും തൻ്റെ മക്കൾക്കും കൊടുക്കാൻ ആ മനുഷ്യൻക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. വഖാഫല്ലാഹ എന്നിട്ട് ആ മനുഷ്യൻ അള്ളാഹുവിനെ ഭയപ്പെട്ടു. വഖാല അയാൾ പറഞ്ഞു, കൈഫ അസ്ഖീക്കും, കൈഫ അസ്ഖീക്കും വലം അസ്ഖിഹിം ഇന്നി ഇദല്ല മിനൽ ളാലിമീൻ. കൈഫ അസ്ഖീക്കും ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പാല് തരിക, ഞാൻ നിങ്ങളെ എങ്ങനെ പാല് കുടിപ്പിക്കും. വലം അസ്ഖിഹിം ഞാൻ ആ മാതാപിതാക്കളെ കുടിപ്പിച്ചിട്ടില്ല, പിന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തരും. ഇന്നി നിശ്ചയം ഞാൻ അങ്ങനെ ചെയ്താൽ, ആ മാതാപിതാക്കൾക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് ഞാൻ തന്നാൽ, അപ്പോൾ ഞാൻ ലമിനൽ ളാലിമീൻ ഞാൻ അക്രമം ചെയ്ത ആളുകളിൽ പെട്ടുപോകും, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോകും എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ വഹലബർ റജുലു അൽമാഷിയത്ത ഈ മനുഷ്യൻ ആ മൃഗങ്ങളെ കറക്കുകയും, വവഖഫ പാല് കറന്നു, വവഖഫ എന്നിട്ട് അദ്ദേഹം ചെന്ന് നിന്നു, യന്തളിറു പ്രതീക്ഷിച്ചുകൊണ്ട്, അയസ്തയഖില ബവാഹു തൻ്റെ മാതാപിതാക്കൾ ഉണരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ അടുക്കൽ ചെന്ന് നിന്നു. വബഖിയ വാഖിഫൻ അങ്ങനെ അദ്ദേഹം നിൽക്കുന്നവനായിക്കൊണ്ട് തന്നെ അവശേഷിച്ചു. ബഖിയ അയാൾ അവശേഷിച്ചു, ബാക്കിയായി വാഖിഫൻ നിൽക്കുന്നവനായിക്കൊണ്ട് തന്നെ. ഏതവസ്ഥയിൽ? വൽ ഖദഹു അലാ യദിഹി ആ പാൽപാത്രം, പാല് കറന്ന ആ പാൽപാത്രം അലാ യദിഹി തൻ്റെ കയ്യിലാണ്. ഖദഹ് എന്ന് പറഞ്ഞാൽ പാത്രം, ഖദഹും ജമ്മ് അഖ്ദാഹ് മുമ്പ് നമ്മൾ പഠിച്ചതാണ്, എന്നാലും എഴുതി വെച്ചോളി. ഖദഹും ജമ്മ് അഖ്ദാഹ് പാത്രം, പാത്രങ്ങൾ. വൽ ഖദഹു പാത്രമാകുന്നത് അലാ യദിഹി തൻ്റെ കയ്യിലാണ്. ആ അവസ്ഥയിൽ അയാൾ അതും പിടിച്ചിട്ട് ഇങ്ങനെ മാതാപിതാക്കളുടെ അടുക്കൽ അവർ ഉണരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. വൽ അത്ഫാലിയ ബുക്കൂൻ, വൽ അത്ഫാലു തൻ്റെ കുട്ടികൾ, അത്ഫാൽ കുട്ടികൾ, അതിന് മുഫ്രദ് ത്വിഫ്ല്, നിങ്ങൾക്കറിയാലോ ത്വിഫ്ല് മുഫ്രദ് കേട്ടോ. അത്ഫാലിൻ്റെ മുഫ്രദാണ് ത്വിഫ്ല്. വൽ അത്ഫാലു കുട്ടികളാണെങ്കിലോ യബുക്കൂൻ അവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വയസീഹോൻ അവരിങ്ങനെ അട്ടഹസിക്കുന്നു, ആർത്ത് കരയിലെ, ഇതിനാണ് യസീഹോൻ എന്ന് പറയാം. അവരിങ്ങനെ ആർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ദ ഖദമിഹി അയാളുടെ കാലിൻ്റെ അടുക്കൽ വന്നിട്ട്, ഖദമ് കാൽപാദം, ഖദമുൻ ജമ്മ് അഖ്ദാം. വലാക്കിന്നവ് പക്ഷേ ഈ മനുഷ്യൻ ലം യസ്ഖിഹിം ആ കുട്ടികൾക്ക് കുടിപ്പിച്ചില്ല, ഷൈഅൻ ഒന്നും, മിനൽ ഖദഹി ആ പാത്രത്തിൽ നിന്ന്, വലം യശ്റുബ് അയാളും കുടിച്ചിട്ടില്ല,
വബാത്ത ഖായിമൻ, അങ്ങനെ അയാൾ രാപ്പാർത്തു. ബാത്ത, ആ രാത്രി അയാൾ താമസിച്ചു. ഖായിമൻ, നിൽക്കുന്നവനായിക്കൊണ്ട് തന്നെ. വൽ ഖദഹു അലാ യദിഹി, ആ പാൽപാത്രമാണെങ്കിലോ തൻ്റെ കയ്യിലായ സ്ഥിതിയിൽ. വത്വല അൽ ഫജ്റു, അങ്ങനെ പ്രഭാതം വെളിവായി. ഫജ്ർ പ്രഭാതം വെളിവായി. വസ്തയഖല വാലിദഹു, വസ്തയഖല അങ്ങനെ ഉണർന്നു. വാലിദഹു, തൻ്റെ മാതാപിതാക്കൾ ഉണർന്നു. വഖദ്ദമ റജുലു ലഹുമ, വഖദ്ദമ മുന്നടിയിച്ചു. അറജുലു, ഈ മനുഷ്യൻ, ലഹുമ അവർക്ക് രണ്ടാൾക്കും, ഖദഹല്ലബനി പാൽപാത്രം അവരുടെ മുമ്പിലേക്ക് നീട്ടി. ഫശരിബ, അങ്ങനെ അവർ കുടിച്ചു. സുമ്മ സഖ ഔലാദഹു, പിന്നെ അദ്ദേഹം തൻ്റെ മക്കളെ കുടിപ്പിച്ചു. വഖദ് റളിയല്ലാഹ്, അപ്പോൾ ഇങ്ങനെയാണ് ആ മനുഷ്യൻ ചെയ്തത് നടത്തും. രാവിലെ വരെ ആ പാൽപാത്രം പിടിച്ച് അവിടെ അങ്ങനെ നിന്നു, മാതാപിതാക്കൾ ഉണരാൻ വേണ്ടി. ഉണർന്നിട്ട് അവർക്ക് ആദ്യം കൊടുത്തു, എന്നിട്ട് മക്കൾക്ക് കൊടുത്തു നടത്തും. വഖദ് റളിയല്ലാഹ്, നിശ്ചയം അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അൻ ഹാദർ റജുലി, ഈ മനുഷ്യനെ തൊട്ട്. അല്ലാതെ എങ്ങനത്തെ മനുഷ്യനാണ്? ഖാന, ഈ മനുഷ്യനായിരുന്നു. ബർറം ബിവാലിദൈനി, തൻ്റെ മാതാപിതാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന നല്ല ഒരു മനുഷ്യനായതുകൊണ്ട് അയാളെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടു. റളിയല്ലാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടു. അൻ ഹാദൽ അമലി സ്വാലിഹി, ഈ ഒരു സൽപ്രവൃത്തി. അമലി സ്വാലിഹ്, സൽപ്രവൃത്തിയിലെ നല്ല പ്രവർത്തനം. ഈ ഒരു നല്ല പ്രവൃത്തിയെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെട്ടു. വഖബിലഹു, അത് അള്ളാഹു സ്വീകരിക്കുകയും ചെയ്തു. വമറത്തൻ, അങ്ങനെ ഒരിക്കൽ കാന ഹാദർ റജുലു അൽ ബർറു, ഈ ഗുണം ചെയ്ത, ഈ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്ന ഈ മനുഷ്യനായി. മാഷിയൻ, അയാളിങ്ങനെ നടന്നു പോവുകയാണ്. ഫില്ലൈലി, രാത്രിയിൽ. ഫറ അങ്ങനെ അയാൾ കണ്ടു. ഗാറൻ, ഒരു ഗുഹ അദ്ദേഹം കണ്ടു. ഫഖാല, എന്നിട്ട് അയാൾ പറഞ്ഞു, അബീത്തുല്ലൈല ഫിൽ ഗാരി വഅഖ്റുജു ഫിസ് സബാഹ്. അബീത്തു, ഈ രാത്രി ഞാൻ താമസിക്കും. അല്ലൈല, ഈ രാത്രിയിൽ ഞാൻ താമസിക്കും. ഫിയാദൽ ഗാരി, ഈ ഒരു ഗുഹയിൽ താമസിക്കും. വഅഖ്റുജു, എന്നിട്ട് ഞാൻ പോകും. ഫിസ് സബാഹ്, രാവിലെ ഇവിടുന്ന് പോകാം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ഇതിൽ വദഖലൽ ഗാറ, അങ്ങനെ ഈ മനുഷ്യൻ ദഖല, പ്രവേശിച്ചു. അൽ ഗാറ, ആ ഗുഹയിലേക്ക് പ്രവേശിച്ചു. ലിയബീത്ത, താമസിക്കാൻ വേണ്ടി, രാത്രി താമസിക്കാൻ വേണ്ടി, രാത്രി തങ്ങാൻ വേണ്ടി ആ ഗുഹയിലേക്ക് പ്രവേശിച്ചു. വൻഹദറത്ത്, ആ സമയത്താണ് വൻഹദറത്ത്, ഉതിർന്നു വീണു, അടർന്നു വീണു. സൊഹ്റത്തുൻ, ഒരു വലിയ പാറക്കഷ്ണം. മിനൽ ജബലി, മലയുടെ മുകളിൽ നിന്നും ഒരു വലിയ പാറക്കഷ്ണം വീണു. ഫസദ്ദത്ത്, അത് അടച്ചു. അലൈഹി, അദ്ദേഹത്തിന് മുമ്പിൽ അൽഗാറ, ഗുഹയെ അടച്ചു കളഞ്ഞു. അങ്ങനെ നേരെ വന്നിട്ട് ആ ഗുഹയുടെ വാതിൽക്കില വന്നിട്ട് ഇത് അടഞ്ഞട നിന്നു എന്നർത്ഥം. കാരണം സദ്ദത്ത്, ആ പാറ അടച്ചു. അലൈഹി, അദ്ദേഹത്തിന് മുമ്പിൽ അൽഗാറ, ആ ഗുഹയെ അടച്ചു കളഞ്ഞു. ഫദ അള്ളാഹ, അപ്പോൾ ആ മനുഷ്യൻ ദുആ ചെയ്തു അള്ളാഹുവിനോട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ആ മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ബിഹാദൽ അമലി സ്വാലിഹി, താൻ ചെയ്ത ഈ ഒരു സൽപ്രവൃത്തിയെ മുൻനിർത്തിക്കൊണ്ട്, ഇതിനെ വസീലയാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്തു. ഫഖാല, ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക ഫക്ഷിഫ് അൻ ഹാദ സുഖ്റത ഫഅജാബ അല്ലാഹു ദഅവത ഹാദ റജുലി സ്വാലിഹി വഅആനഹു. അല്ലാഹുമ്മ, ഈ മനുഷ്യൻ ദുആ ചെയ്യുക. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇൻ കുന്ത തഅലമു, നീ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നി, നിശ്ചയം ഞാൻ, ഫഅൽതു, ഞാൻ ചെയ്തത്, ദാലിക, അന്ന് എൻ്റെ മാതാപിതാക്കൾ ഉറങ്ങിപ്പോയ ദിവസം, ഞാൻ കുറച്ച് നേരം വൈകിയ ദിവസം, അവർക്ക് ആ പാനീയങ്ങൾ, ആ പാല് കുടിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ രാത്രി മുഴുവൻ അവരുടെ കാലിനടുക്കൽ നിന്നു. എൻ്റെ മക്കൾക്ക് പോലും കൊടുക്കാതെ അവരുണരാൻ വേണ്ടി അവരെ ഞാൻ കാത്തു നിന്ന്, അവർ രാവിലെ ഉണർന്നപ്പോൾ അവർക്ക് ആദ്യം കൊടുത്തു ഞാൻ. അങ്ങനെ ആ പണി ഞാൻ ചെയ്തത് ഇബ്തിഗാഅ വജ്ഹിക്, നിൻ്റെ തൃപ്തി പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ, നിൻ്റെ തൃപ്തി കാക്ഷിച്ചിട്ടാണെങ്കിൽ, ഇബ്തിഗാഅ, തേടിയിട്ട്, പ്രതീക്ഷിച്ചിട്ട്, ആഗ്രഹിച്ചിട്ട് എന്നർത്ഥം. വജ്ഹിക, നിൻ്റെ തൃപ്തി. ഫക്ഷിഫ് ഹാദ സുഖ്റത, ഈ ഒരു പാറ, ഈ ഒരു പർവ്വതത്തെ നീ നീക്കിത്തരണേ. ഈ ഗുഹൻ്റെ മുമ്പിൽ നിന്നും ഈ പാറ കഷ്ണം, ഈ ഒരു പാറയെ നീ നീക്കിത്തരണേ റബ്ബേ എന്ന് ആ മനുഷ്യൻ അവിടുന്ന് ദുആ ചെയ്തു. ഫഅജാബല്ലാഹ്, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി. ദഅവത ഹാദർ റജുലി സ്വാലിഹി, ഈ ഒരു നല്ല മനുഷ്യൻ്റെ ഈ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകി. വഅആനഹു, അയാളെ അല്ലാഹു സഹായിക്കുകയും ചെയ്തു. ആന, സഹായിക്കുക. മുത്രാദിഫ് അറിയാലോ, നസ്വറ എന്നർത്ഥം. അപ്പോൾ ഉണ്ടോ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത കാരണം കൊണ്ട്, നമ്മുടെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്ത കാരണം കൊണ്ട്, അവരെ സ്നേഹിച്ചത് കൊണ്ട്
അള്ളാഹു ഒരു മനുഷ്യർക്ക് നൽകിയ വലിയൊരു സഹായം, വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു അയാളെ സഹായിച്ചു എന്നാണ്. അപ്പോൾ ദുനിയാവിൽ നിന്ന് തന്നെ അതിനുള്ള പ്രതിഫലം നമുക്ക് കിട്ടും. നേരെ വിപരീതമായിട്ടുണ്ട്. മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നവർ, മാതാപിതാക്കളെ ഇടങ്ങേറാക്കുന്ന മക്കൾക്ക് ദുനിയാവിൽ വെച്ചിട്ടുണ്ട് കൊണ്ട് തന്നെ അള്ളാഹു ശിക്ഷ കൊടുക്കുകയും ചെയ്യും. അപ്പം എല്ലാവരും മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അവരെ ഇഷ്ടപ്പെടുകയും അവരോട് നല്ല രീതിയിൽ മാത്രം പെരുമാറുകയും ചെയ്യുന്ന നല്ല മക്കളായി വളരണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ പാഠം തീർന്നിട്ടുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ പാഠത്തിലുള്ള വർക്കുകളൊക്കെ തരും. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യണം, കൃത്യമായി എഴുതി കാണിച്ചു തരണം എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി മുതൽ നിങ്ങളുടെ വർക്കുകളൊക്കെ ഓരോ മാസവും കോളേജിൽ കൊണ്ടുവന്ന് നിങ്ങൾ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് ആരും എന്ത് ചെയ്യേണ്ട, വർക്ക് ചെയ്യുന്ന വിഷയത്തിൽ പിന്തി നിൽക്കരുത് എന്ന് നിങ്ങളെ ഒന്നുകൂടെ ഉണർത്തിയിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.